നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡിലെ അടിയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലോക ഫുട്ബോളിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. ഓർലിൻ ഷൂമേനി ഫെദെ വാൽവർദയെ അടിക്കുകയും ഫെദെ വാൽവർദയുടെ അടികൊണ്ട ഫെദെ വാൽവർദെ ഷൂമേനിയുടെ അടികൊണ്ട ഫെഡെ വാൽവർദെ അദ്ദേഹത്തിൻ്റെ തല മേശയിലിടിക്കുകയും തല പൊട്ടുകയും അദ്ദേഹത്തെ വീൽ ചെയറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് തുന്നലിടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വലിയ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ടായിരുന്നു, റയൽ മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ടായിരുന്നു തുടർച്ചയായി 2ാമത്തെ ദിവസവും അടിയുണ്ടായത്. ആദ്യത്തെ ദിവസം തർക്കങ്ങളുണ്ടായിരുന്നു രണ്ട് താരങ്ങളും തമ്മിൽ. 2ാമത്തെ ദിവസം അത് അടിയിലേക്ക് തന്നെ പോവുകയും ആ അടി ഗംഭീരമായ അടിയാവുകയും വാൽവർദയ്ക്ക് തലയ്ക്ക് പരിക്കേൽക്കുകയും കുറേ നേരം ബോധക്ഷയം ഉണ്ടാവുകയും പലതും ഓർമ്മയിലില്ലായിരുന്നു വാൽവർദയ്ക്കും എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ ഇതിനിടയിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. അനാവശ്യമായ പല റിപ്പോർട്ടുകളും പുറത്തു വരും. എന്തായാലും അടി നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ അടിക്ക് പിന്നിൽ ഒരു കാരണമുണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കോച്ച് സാവി അലോൺസോ പോയപ്പോൾ പിന്നീട് ആർബിലോവ വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, ടീമിലെ കളിക്കാർ 2 ചേരികളായി മാറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ടീം തീർത്തും 2ആയി മാറി. ചിലർ അലോൺസോയെ സപ്പോർട്ട് ചെയ്യുന്നവരും മറ്റു ചിലർ ആർബിലോവയെ സപ്പോർട്ട് ചെയ്യുന്നതും. മറ്റൊരു വാർത്ത വരുന്നത് 6 താരങ്ങൾ ഇപ്പോഴത്തെ നിലവിലെ പരിശീലനവുമായി സംസാരിക്കാൻ വരെ വിമുഖത കാണിച്ചു. തുടർന്ന് അടിയന്തിരമായി ഡ്രസ്സിംഗ് റൂമിൽ യോഗം ചേർന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതേസമയം ഈ ക്ലബ്ബിൽ ഇത്രയധികം പ്രശ്നം നടക്കുമ്പോൾ അവരുടെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ കാമുകിയുമായി ഇറ്റലിയിൽ അവധിക്കാലം ചെലവഴിക്കുന്നു. അതിൽ പലർക്കുമുള്ള കടുത്ത അസ്വസ്ഥത. എംബാപ്പെ കോച്ചിങ് സ്റ്റാഫുമായി ഒരു തരത്തിലും നല്ല ബന്ധത്തിലല്ല. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്, 1-2 അല്ല, പല പ്രശ്നങ്ങളാണ് റയൽ മാഡ്രിഡിൻ്റെ അകത്ത് പുകഞ്ഞ് നീറുന്നത്. എന്തായാലും വാൽവർദയ്ക്കും ഷൂമേനിക്കും ഫൈൻ കൊടുത്തതായിട്ടും വാർത്ത വരുന്നുണ്ട്. അതായത് 5 ലക്ഷം യൂറോ വെച്ച് ഇരു താരങ്ങളും പിഴ അടയ്ക്കണം. ഈ ഇപ്പോൾ പറ്റിയ അച്ചടക്ക ഇല്ലായ്മയ്ക്ക് 2 താരങ്ങളും 5 ലക്ഷം യൂറോ വെച്ച് പിഴ ചുമത്തിയിട്ടുണ്ട് റയൽ മാഡ്രിഡ് എന്നാണ് അറിയുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു പിഴ ചുമത്തലിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും 2 താരങ്ങളും തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് അന്വേഷകർക്ക് മുന്നിൽ ക്ലബിൻ്റെ അന്വേഷണത്തിന് മുന്നിൽ തുറന്നു സമ്മതിച്ചതായും വാർത്തകളുണ്ട്. എന്തായാലും ഇരു താരങ്ങൾക്കും അവസാനം പിഴ ശിക്ഷയായി കിട്ടിയിരിക്കുന്നു. 5 ലക്ഷം യൂറോ വെച്ച് 2 പേരും കൂടി 10 ലക്ഷം യൂറോ കെട്ടിവെക്കണം എന്നതാണ് ഇപ്പോഴത്തെ ഇത്. എന്തായാലും റയൽ മാഡ്രിഡിനകത്തെ അടി എന്ന് പറയുന്നത് ചെറിയ അടിയല്ല. അവർ വലിയ പ്രതിസന്ധികളെയാണ് നേരിടുന്നത്. റയൽ മാഡ്രിഡിൽ കടുത്ത പ്രതിസന്ധി ഉണ്ട് എന്നതിൽ തർക്കമേയില്ല.